വളരെ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഈ മുമ്പോട്ട് പോരുന്ന ദിവസങ്ങളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ നമ്മുടെ പ്രേക്ഷക കുടുംബങ്ങളിലെ പല മാതാപിതാക്കളും വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ അവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരാത്മീക സന്ദേശമായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരാത്മീക ചിന്ത പരിചിതമായ വേദവാക്യത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 121 സങ്കീർത്തനം 1ഉം 2ഉം വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഹൃദയത്തിൽ വളരെ പതിഞ്ഞിട്ടുള്ള വാക്യമാണെങ്കിലും ഇന്ന് ആ വാക്യങ്ങൾ ഒന്നോടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 121 സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സ്തോത്രം. ഈ സങ്കീർത്തനത്തിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ വാക്യം സഹായം തേടി നടക്കുന്ന, എവിടെ നിന്നാണ് സഹായം വരുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരു അന്വേഷകന്റെ മനോഭാവത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കണ്ണ് ഞാൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ ഒരു കാലം ഉണ്ടായേക്കാം. ചില പ്രത്യേക സന്ദർഭങ്ങൾ നേരിടുമ്പോൾ ആരെന്നെ സഹായിക്കും, ഈ വിഷയത്തിന് പരിഹാരത്തിന് ആരെയൊന്ന് കിട്ടും, ഇതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാനെങ്കിലും ആരുണ്ടാകും, ഒരു തീരുമാനമെടുക്കേണ്ട സമയത്ത് തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഒരു അഡ്വൈസ്, ഒരു ഉപദേശം തരാൻ ആരുണ്ടാകും എന്ന് ആശങ്കപ്പെട്ട് അന്വേഷിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും. 2ാം വാക്യത്തിനകത്ത് അന്വേഷിച്ച് തളർന്ന ഒരു മനുഷ്യനെ അല്ല കാണുന്നത്. ഒത്തിരി അന്വേഷിച്ചിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിരാശനെ അല്ല കാണുന്നത്. 2ാം വാക്യത്തിൽ അന്വേഷകനെ കണ്ടെത്തിയ മനുഷ്യനെയാണ്. അവിടെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗ്യമിരിക്കുന്നത്. നമ്മൾ അന്വേഷിച്ച് എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ വീടിൻ്റെ പണി തീർന്നിട്ടില്ല, കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്തോത്രം മക്കളെ പഠിപ്പിക്കാൻ സഹായം ചെയ്യുന്നൊക്കെ ഒത്തിരി പേരുടെ സങ്കടമാണ്. അതൊക്കെ സ്തോത്രം കേൾക്കുമ്പോൾ വേദനയുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരെയും ചേർത്ത് നിർത്തി ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന ദൈവിക ദൂത് പറയാം. സ്തോത്രം. ഒത്തിരി പേർ ചോദിക്കും, ഇവിടെയും വിളിച്ച് ചോദിക്കാറുണ്ട്, സ്തോത്രം മക്കളെ പഠിപ്പിക്കുന്നതിനെ സഹായിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വലിയൊരു തുകയാണ്, അല്ലെങ്കിൽ വീട് പണിക്ക് വേണ്ടി, ചികിത്സാ സഹായത്തിന് വേണ്ടി ആവുന്നിടത്തോളമൊക്കെ പൗരുഷൻ പല വിധത്തിൽ ആ കാര്യങ്ങളൊക്കെ കൈത്താങ്ങൾ തരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ വേദപുസ്തകത്തിൻ്റെ വാക്ക് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. സ്തോത്രം. സഹായം അന്വേഷിച്ച് നടക്കുന്ന തളരുന്നൊരു മനുഷ്യനായിട്ടല്ല കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. ആര് സഹായിക്കുമെന്ന് യഥാർത്ഥ സഹായകനെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ 2ാമത്തെ വാക്യത്തിനകത്ത് സഹായിക്കുന്ന ഒരു മനുഷ്യന്റെ ഫോൺ നമ്പറോ സഹായിക്കുന്ന ഒരു സംഘടനയുടെ അഡ്രസ്സോ അല്ല. അന്വേഷണത്തിൽ ഈ മനുഷ്യന് കണ്ടെത്തിയത് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ദൈവത്തിൽ നിന്ന് സഹായം വരുന്നു. സ്തോത്രം. എന്ന ചിന്ത, എന്ന കാഴ്ചപ്പാട് മനുഷ്യന് ലഭിക്കുന്നത് അവനെ പിടിച്ചു നിർത്താൻ ഏറ്റവും ഉപകരിക്കുന്നതാണ്. ഈ സങ്കീർത്തനത്തിന്റെ 3ാമത്തെ ഭാഗം സ്തോത്രം സഹായം കിട്ടാൻ തുടങ്ങിയാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഏതൊരു കാലഘട്ടത്തിലും മനുഷ്യർക്ക് എത്ര വലിയ മനുഷ്യനാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹായം ആവശ്യമായി വരുന്ന മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അത് തന്നെ. സമൂഹത്തിൽ ദൈവം നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആരുടെയും സഹായം വേണ്ടാതെ സ്തോത്രം ഇവിടെ ആരും വളരുന്നില്ല. സ്തോത്രം. എല്ലാവരും വളർന്നത് ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ടാണ്. എല്ലാവരും ജീവിച്ചത് ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ടാണ്. സ്തോത്രം. പണം മാത്രം പോരല്ലോ, ബാക്കി എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ചില വാക്കുകൾ നിങ്ങളെ ഓർപ്പിക്കാം. ദൈവത്തിൻ്റെ സഹായം ലഭിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വിചാരിക്കാത്ത വഴിയിൽ, വിചാരിക്കാത്ത നേരത്ത്, വിചാരിക്കാത്ത സ്തോത്ര സാധ്യതകളിലൂടെ സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നത് വേദപുസ്തകത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന വാക്കാണ്. പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദൈവം സൗഖ്യദായകനാണ്, ദൈവം ന്യായാധിപതിയാണ്, ദൈവം രക്ഷകനാണ്, വിടുവിക്കുന്നവനാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാവശ്യം വന്നാൽ സഹായിക്കുന്നവനാണ് സ്വർഗസ്ഥനായ ദൈവം. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഈ ദൈവത്തെ അടുത്തറിഞ്ഞ് എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ പറയാൻ പറ്റും, എനിക്കൊരു സഹായം വന്നാൽ, ഒരാവശ്യം വന്നാൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കാനുണ്ടാകുമെന്ന്. ആ ബോധ്യം നമ്മുടെ അകത്ത് എന്ത് പ്രയാസം വന്നാലും ആ ഒരു ഉറപ്പുള്ള ദൈവമക്കൾക്ക് ആശങ്കയ്ക്ക് വകയില്ല. സ്തോത്രം. എന്നെ സഹായിക്കുന്നത് ഏറ്റവും വലിയ സഹായകൻ സർവശക്തനായ ദൈവമാണ്. ഈ മുമ്പോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ
സഹായകനെ ആവശ്യമായി വന്നേക്കാം. ആര് സഹായിക്കുമെന്നുള്ള ചോദ്യം നമ്മുടെ അകത്ത് വന്നേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ സഹായിപ്പാൻ കർത്താവ് തുന്നഞ്ഞാൽ, സ്തോത്രം, വേദപുസ്തകത്തിൻ്റെ വാക്യമുണ്ട്, യാക്കോബിൻ്റെ ദൈവം സഹായമായി എന്ന് പറയുമ്പോൾ ദൈവത്തെ മാത്രമല്ല, ദൈവത്തിൽ നിന്ന് ഒരുപാട് സഹായം ലഭിച്ച് വിജയിച്ചൊരു മനുഷ്യനാണ് യാക്കോബ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ചേർത്ത് എഴുതിയത് യാക്കോബിൻ്റെ ദൈവ സഹായമായി. ഒരുപാട് കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ, ഏകദേശം ഒരു 40 വയസ്സോളം പ്രായമെത്തുമ്പോഴാണ്, അതുവരെ വലിയ കുഴപ്പമില്ലാതെ വീട്ടിനകത്ത് കൂടാരവാസിയായി ജീവിച്ചു പോന്ന യാക്കോബിനെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാൻ അമ്മയുടെ ഉദരത്തിൽ കടന്നപ്പോൾ ഉണ്ടായിരുന്നു. ആ ഉദരത്തിൽ കടന്നപ്പോൾ ഉണ്ടായ ദൈവിക പ്ലാനുകൾ നിറവേറണമെങ്കിൽ ഒരു കൂടാരത്തിനകത്ത് ഒതുങ്ങിയാൽ, ഒരു വീടിനകത്ത് ഒതുങ്ങിയാൽ പറ്റിയല്ല. ദൈവത്തിന് അവനെ പുറത്തിറക്കണമായിരുന്നു. അതിന് ചില കാര്യങ്ങൾ ദൈവമായിട്ട് തന്നെ വരുത്തി തീർത്തെന്ന് വേണം പറയാൻ. അങ്ങനെ ഏകദേശം 10-40 വയസ്സ് പ്രായമുള്ളപ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. അന്നു മുതൽ സ്തോത്രം, യാക്കോബിനെ പുറത്തെടുക്കുക മാത്രമല്ല, ഏറ്റവും സഹായിച്ചത് ദൈവമാണ്. സ്തോത്രം, പല കാര്യങ്ങളിൽ, പല ബുദ്ധിമുട്ടുകളിൽ, പല നിലവാരത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ തന്നെ വാക്കിനകത്ത് പറയുന്നുണ്ട്, ലാബാൻ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റി. അമ്മായിയപ്പനാണ് ലാബാൻ, താൻ ജോലി ചെയ്ത സ്ഥലത്തെ സ്തോത്രം കൂലി കൊടുക്കേണ്ട ആളാണ്. എന്നിട്ടും പലരും പറ്റിച്ചിട്ടും, പലരും സ്തോത്രം തൻ്റെ കൂലി പിടിച്ചു വെച്ചിട്ടും, കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നിട്ടും സഹായിക്കുന്ന ദൈവമുള്ളത് കൊണ്ട് ആ മനുഷ്യനെ ദൈവമായ കർത്താവ് ഏറ്റവും അനുഗ്രഹിച്ചതാണ് വേദപുസ്തകത്തിന്റെ ചരിത്രം. ആ ഭാഗത്ത് നിന്ന് ആ വാക്ക് അവിടെ ഉപയോഗിക്കാൻ കാരണം, യാക്കോബിന്റെ ദൈവ സഹായമായി എന്നെഴുതാൻ കാരണം, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്റെ നന്മകൾ പിടിച്ചു വെച്ചാലും, ആരൊക്കെ സ്തോത്രം നിനക്ക് കിട്ടേണ്ടത് കിട്ടാതെ 10 പ്രാവശ്യം പറ്റിച്ചു, 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയെന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും ദൈവം അവനെ സഹായിച്ചു. ഈ പകൽക്കാലം ഈ മണ്ണിൽ ആരൊക്കെ നമ്മളെ ചതിച്ചാലും, ഈ മണ്ണിൽ ആരൊക്കെ നമ്മളെ കൈവിട്ടാലും, ഉയരത്തിലെ സഹായകനുള്ളിടത്തോളം കാലം കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ വെള്ളിയാഴ്ച നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ ഭൂമിയിലെ സകല വാതിലുകൾ അടഞ്ഞാലും, ഈ ഭൂമിയിലെ സഹായങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ടു പോയാലും, അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും സഹായിക്കുന്നത് ഉയരത്തിൽ നിന്നാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയവനാണ്, അത് വരും നിശ്ചയം എന്ന് വിശ്വസിക്കാൻ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, ആ വാക്ക് നിങ്ങൾ ഓർത്ത് അടുത്ത വാക്യങ്ങളിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്, എനിക്ക് സഹായം സ്തോത്രം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു. സ്തോത്രം, യഹോവയിങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചെന്ന് മേടിക്കുന്ന സഹായങ്ങളുണ്ട്. ഞാൻ വേദവസ്തു ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ സ്തോത്രം, ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ നീ ഇരിക്കുന്നിടത്ത് സഹായം എത്തിക്കുന്ന ദൈവമുണ്ട്. ആ വാക്ക് കണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഇംഗ്ലീഷിലൊരു പറച്ചിലുണ്ട്, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, നീ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ, സ്വർഗസ്ഥനായ ദൈവം സ്തോത്രം തൻ്റെ മന്ദിരത്തിൽ നിന്ന് സഹായം അയക്കുമെന്നൊരു വാക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സഹായത്തിൻ്റെ പാഴ്സൽ, ഞാൻ എൻ്റെ പ്രഭാഷക ഭാഷയിൽ പറയാം, നിനക്ക് വേണ്ടിയിട്ടുള്ള പാഴ്സൽ ദൈവം തയ്യാറാക്കുക. എവിടെയാണ്? ഹല്ലേലൂയ. എവിടെയാണ്? സ്തോത്രം. ഇന്ന് ഈ ഓൺലൈൻ ബിസിനസ് ഒക്കെ വളരെ വളരെ പ്രബലമായൊരു കാലമാണ്. ഞാൻ കമ്പനികളുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയായിരിക്കും. അതുപോലത്തെ പ്രബലമായ കമ്പനികൾക്കെല്ലാം സ്തോത്രം നമ്മുടെ ഇന്ത്യയിലൊക്കെ വലിയ ഹബ്ബുണ്ട്. കമ്പനി ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കാം, മൾട്ടിനാഷണൽ കമ്പനി ആയിരിക്കാം, അതിനൊക്കെ വലിയ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇവിടെ നമ്മുടെ ഓൺലൈനിൽ, നമ്മുടെ മൊബൈലിലൂടെ സ്തോത്രം ചെറിയ സാധനം ഓർഡർ ചെയ്യുമ്പോൾ നിമിഷങ്ങൾക്കകം അത് സ്തോത്രം സ്റ്റോക്ക് വരുന്ന ആ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ നിന്ന് നിന്റെ അഡ്രസ്സിലേക്ക് സ്തോത്രം ഇവിടെ നിന്ന് അങ്ങോട്ട് മൊബൈലിനകത്തൊരു ഓർഡർ ചെയ്യുമ്പോഴേക്കും അവിടെ ആമസോണിൻ്റെയോ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ സ്തോത്രം നീ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം പാഴ്സൽ ചെയ്ത് അയക്കുന്നത് പോലെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നല്ല, ഏതെങ്കിലും ആതുര സേവന സംഘടനയിൽ നിന്നല്ല, ഇവിടത്തെ ഒരു ക്രിസ്തീയ സമൂഹത്തിൽ നിന്നല്ല. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം തന്റെ മന്ദിരത്തിൽ നിന്ന്, കേട്ടോ, ദൈവം തന്റെ മന്ദിരത്തിൽ നിന്ന് തനിക്കുള്ള സഹായം അയക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, നിന്റെ സഹായം സ്വർഗസ്ഥനായ ദൈവം തന്റെ മന്ദിരത്തിൽ നിന്ന് അയക്കും. പ്രാർത്ഥന നിർത്താതിരുന്നാൽ, പ്രതീക്ഷ കളയാതിരുന്നാൽ, സ്തോത്രം, നിന്റെ സഹായം ഓൺ ദ വേ ആണ്.
സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, കർത്താവിനോട് ചോദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമായ കർത്താവ് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവമായ കർത്താവ് അയച്ചിട്ടുണ്ട്. സ്തോത്രം നമ്മുടെ കയ്യിലെത്താൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രം. കേൾക്കണേ. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം. സ്തോത്രം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 33-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഇതിന് പ്രാവചനികമായിരിക്കുന്നൊരു സ്തോത്രധ്വനി ഉണ്ടെന്നറിയാം. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് രാവിലെ നമ്മോട് പറയുന്നത്, സ്തോത്രം, സഹായം തേടി നടക്കുന്ന മനുഷ്യനെ സഹായിക്കാൻ വരുന്ന ദൈവത്തെക്കുറിച്ചും സഹായം അയക്കുന്ന ദൈവത്തെക്കുറിച്ചുമാണ്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ കണ്ട, യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അത്ര സ്ട്രോങ് ആയിട്ടത് പറയാൻ കാരണം, സ്തോത്രം, അവനൊരാവശ്യം വന്നാൽ തൻ്റെ സഹായത്തിനായി, സ്തോത്രം, ആകാശത്തിലൂടെ മേഘാരൂഢനായി വരുന്നവനാണ്. ഞാൻ ആ വാക്യം നമുക്കറിയാമെങ്കിൽ ഇങ്ങനെ പറയാം, ഭൂമിയിൽ നിന്നൊരു സഹായം വരാനില്ലാത്ത ചിലരെങ്കിലും കണ്ടേക്കാം. ബന്ധുക്കളും സ്വന്തക്കാരും 10 രൂപ കടം ചോദിച്ചാൽ തരാനുള്ളവരൊക്കെ ഈ ഭൂമിയിലുണ്ടാകും. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാഗ്യമുള്ളവരാണ് നിങ്ങളെല്ലാവരും. സ്തോത്രം. 5 രൂപ കടം ചോദിച്ചാൽ, ഇന്ന് രാവിലെ എന്നെ ആരോ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, സ്തോത്രം, 5 രൂപ കടം ചോദിച്ചാൽ പോലും തരാൻ ആരുമില്ല. ഗതികേട് കൊണ്ടാണ്, സാഹചര്യം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. സ്തോത്രം. ആരുമില്ല. ഉള്ളവർ കണ്ടേക്കാം, പക്ഷെ ഇല്ല. ഫോൺ കണ്ടാൽ പോലും എടുക്കുകയല്ല. അതൊരു പ്രത്യേക സാഹചര്യമാണ്. പലർക്കും ഉണ്ടായേക്കാം, എന്നെ കേൾക്കുന്ന പലർക്കും ഉണ്ടായേക്കാം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഭൂമിയിലേക്ക് വിളിച്ചാൽ, സ്തോത്രം, സഹായിക്കാൻ ആരുമില്ലാത്തവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ബന്ധുക്കളും സ്വന്തക്കാരും മറന്നാലും, സ്തോത്രം, ഈ വാക്യം അടിവരയിട്ടിട്ട് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ മുമ്പിൽ വരുമ്പോൾ ആകാശത്തിലൂടെ വരുന്നൊരു സഹായമുണ്ട്. സ്തോത്രം. വേദപുസ്തകത്തിൽ അനേക വാക്യമുണ്ട്. ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ, സ്തോത്രം, ഭൂമിയിൽ നിന്ന് ഒരു കൈയും കാണാതിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് വരുന്നൊരു കൈയുണ്ട്. അതിന് പക്ഷെ ഭൂമിയിൽ നമ്മൾ നോക്കുമ്പോ അവസാന നിമിഷം വരെ കണ്ടെന്നിരിക്കില്ല. ലാസ്റ്റ് സെക്കൻഡിൽ നീ വിളിച്ചിട്ട് ഭൂമിയിൽ ആരും സ്തോത്രം ചെവി തരാതിരിക്കുമ്പോൾ ആകാശത്തിലൂടെ വരുന്നൊരു സഹായം. കർത്താവ് നിങ്ങളുടെ കണ്ണ്, നിങ്ങൾ ക്ഷീണിച്ചു പോകാതിരിക്കാൻ, നിങ്ങൾ ലജ്ജിച്ചു പോകാതിരിക്കാൻ, ഈ നല്ല വെള്ളിയാഴ്ച ആരോടോ ദൈവം പറയുന്നു, നിന്റെ സഹായത്തിന് ഈ ഭൂമിയിൽ എങ്ങും ഒരു കൗണ്ടറും തുറന്നിട്ടില്ല. എവിടെ ചെന്നാലും കിട്ടിയല്ല. സ്തോത്രം. നിന്റെ അക്കൗണ്ടിൽ പണം കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ATM കാർഡ് കൊണ്ട് ഒരു ATM മെഷീനിൽ ചെന്ന്, സ്തോത്രം, നീ ആ കാർഡിട്ട് നിന്റെ പാസ്വേഡ് അടിച്ചാൽ സഹായം അല്ലെങ്കിൽ പണം പുറത്തു വരികയുള്ളൂ. MD ആണെങ്കിൽ അതുമില്ല. എന്നാൽ മുഴങ്കാലും മേലിരുന്ന് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഓൺ ദ വേ. ആ വാക്കിന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വരുമെന്നല്ല, വരുന്നു. ഓൺ ദ വേ ആണ്. പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യ്. കർത്താവ് പറയുന്നു, നിന്റെ കുഞ്ഞിന്റെ കാര്യം നടക്കാതിരിക്കില്ല. നീ ചോദിച്ച കാര്യം നടക്കാതിരിക്കില്ല. നീ ദൈവത്തെ കണ്ടുമുട്ടിയെങ്കിൽ, ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിൽ, സ്തോത്രം, നീ ദൈവത്തെ അധികം സ്നേഹിക്കുന്നെങ്കിൽ, ദൈവത്തെ മുറുകെ പിടിക്കുന്നെങ്കിൽ, വരുമെന്നല്ല, കിട്ടുമെന്നല്ല, ചെന്ന് മേടിച്ചോളാനല്ല, വരുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, ഒരു സഹായം വരുന്നു. നിങ്ങൾ മനസ്സിൽ കാണ്, ആരും അയച്ചതല്ല, ദൈവം അയച്ചതാണ്. പരിചയമുള്ള വാക്യമാണെങ്കിലും എന്നെ ഇന്ന് പകലിൽ അനവധി പ്രാവശ്യം ഞാൻ ആ വാക്യം ആവർത്തിച്ച് വായിക്കുമ്പോൾ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുപോലെ ലാസ്റ്റ് വാക്കാണ് വരുന്നു എന്ന വാക്ക്. ഓൺ ദ വേ ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ കുഞ്ഞിന്റെ വിവാഹ കാര്യമാണെങ്കിലും, നിന്റെ മക്കളുടെ അഡ്മിഷന്റെ കാര്യമാണെങ്കിലും, നിന്റെ സൗഖ്യത്തിന്റെ വിഷയമാണെങ്കിലും, നീ ഇന്ന് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, സ്തോത്രം, ഓൺ ദ വേ ആണ്. ഞാൻ ഈ വെള്ളിയാഴ്ച ആ വാക്ക് എന്റെ പ്രേക്ഷകരുടെ മേൽ ആത്മാവിൽ മുദ്ര വെക്കുന്നത് പോലെ പറയുകയാണ്. അമിത വിശ്വാസത്തോടെ, ആത്മബലത്തോടെ ഏറ്റെടുത്തോണ്ട് പറ, എന്നെങ്കിലും കിട്ടുമെന്നല്ല, എന്നെങ്കിലും കിട്ടുമെന്നല്ല. ഓൺ ദ വേ. ആ വാക്ക് ആത്മാവിൽ പറ, വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്റെ സഹായം അവന്റെ മന്ദിരത്തിൽ നിന്ന് അയച്ചിട്ടുണ്ട്.
ചേർന്ന് ദൈവസന്നിധിയിൽ ഒരല്പ നിമിഷം ഇന്ന് വന്നിരിക്കുന്ന ദൈവമക്കൾ, വീടുകളിൽ ഇരിക്കുന്നവർ എത്രത്തോളം ആത്മഭാരത്തോടെ ആത്മബലത്തോടെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ സ്തോത്രം ചെയ്ത് നിങ്ങൾക്ക് പ്രകടമായ ഒരാനന്ദം ഈ സന്ദേശത്തിന്റെ വെളിച്ചത്തിൽ ദൈവമുമ്പാകെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? അത്ര വിശ്വാസത്തോടെ പറ, ഞാൻ നിരാശയോടെയാണ് ഇന്ന് പകൽക്കാലം കാൽക്കലേക്ക് വന്നത്, ഭാരത്തോടെയാണ് വന്നത്. പക്ഷെ ഞാനൊരു പൊട്ടനെ പോലെ വിശ്വസിക്കുന്നു, ഞാൻ വെച്ചിരിക്കുന്ന വിഷയത്തിന്റെ സഹായം ഏതെങ്കിലും കാലത്ത് വരുമായിരിക്കുമെന്നല്ല, വരുന്നു ബ്രദറെ, വരുന്നു സിസ്റ്ററെ, വരുന്നു. അത് ഓൺ ദ വേ ആണ്. ഒരു പക്ഷേ അനവധി പ്രാവശ്യം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച നിങ്ങളോട് ചോദിക്കുമായിരിക്കും പലരും, എന്തിയെ പ്രാർത്ഥിച്ചിട്ട്, എന്തിയെ ഉപവസിച്ചിട്ട് എന്ന് ചോദിച്ചാൽ നീ ധൈര്യത്തോടെ മടി കൂടാതെ പറയണം, എൻ്റെ സഹായം ഓൺ ദ വേ ആണ്, അധികം താമസിയാതെ എൻ്റെ കയ്യിൽ കിട്ടും, ഞാനത് കൈപ്പറ്റും. യേശുവിന്റെ നാമത്തിൽ ഒരു പക്ഷേ ഈ മെയ് മാസം 31-ാം തീയതിക്കകം നീ ദൈവത്തോട് ചോദിച്ചത്, നിന്നെ സഹായിക്കുന്നവൻ, മേഘാരൂഢനായി വരുന്നവൻ, ആകാശത്തിലൂടെ വരുന്നവൻ, ഉയരത്തിൽ നിന്ന് വരുന്ന സഹായം ഒരുപക്ഷെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അധികം താമസിക്കുകയില്ല. ഈ മാസ അവസാനത്തിനകം, അടുത്ത ആഴ്ചയൊക്കെ 7 ദിവസത്തെ ഉപവാസമാണെന്ന് അനൗൺസ് ചെയ്തല്ലോ. ഏത് വിഷയമാണെങ്കിലും, നിന്റെ വീട്ടിൽ, നിന്റെ കുടുംബത്തിൽ തകർന്ന വിഷയത്തിൽ, ലജ്ജിച്ചു പോയ വിഷയത്തിൽ സ്വർഗം ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ട്. നിന്റെ വിഷയത്തിന്റെ സഹായമാണത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം, നീ അത് കൈപ്പറ്റണം, നീണ്ടുപോകരുത്, ഒരുക്കിക്കൊള്ളണം. എന്നും പറയാമെങ്കിൽ പറയണം. പോസ്റ്റ്മാനെ കാത്തിരിക്കാറുള്ളത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ സഹായത്തിനായി ഓരോ ദിവസവും കാത്തിരിക്കണം. വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകില്ല. ലജ്ജിക്കാൻ അവൻ സമ്മതിക്കുകയുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത് ചെയ്യുമെന്ന് തന്നെ എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ആരെയോ നോക്കി പറയുന്നു, ദൈവത്തിനറിയാം നിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ കർത്താവിന് ഇനി നീട്ടിവെക്കാൻ പറ്റാതെ വണ്ണം